സോഷ്യൽ മീഡിയ 3 മാസമായിട്ട് ജീവിച്ചത് ഇതുകൊണ്ടാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, എല്ലാവരും, ഇൻസ്റ്റഗ്രാം, എല്ലായിടത്തും ഈ പരസ്യങ്ങളുണ്ട്. എല്ലാവരും ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക ഒരാൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ്. കാരണം നിങ്ങൾ 5 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന 5 വർഷമോ 10 വർഷം എടുത്ത് നിങ്ങൾ ജനഹൃദയങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ സാധനത്തെ മാറ്റാൻ ഇപ്പുറത്ത് 100 കോടിയോ 200 കോടി രൂപയോ മുടക്കിയാലും മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് ഇപ്പം നമ്മൾ PR തെറ്റാണ് എന്ന് എന്തിനാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രോബ്ലം നമ്പർ 1. എനിക്കറിയില്ല, കേരളത്തിലെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ നറേറ്റീവ് എന്ന് പറയുന്നത് 7 തൂക്കികളാണ്. നമ്മൾ ക്യാമ്പയിൻ എന്ന് പറയുന്ന സാധനത്തിൽ ആക്ടിവേഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഇവിടെ UDF ആണ് ഇപ്രാവശ്യം ആക്ടിവേഷൻ ചെയ്തത്. കുറെ കൂടി UDF 2-3 ആക്ടിവേഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാലൻ രാഹുൽ ഗാന്ധിയെ കാണുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ഒരു കാലൻ, കേരളത്തിൽ ഒരു കാലൻ ഇറങ്ങിയിരുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് വളരെ വൈറലായ ഒരു കണ്ടന്റാണ്. ഒരു കാലൻ ഇറങ്ങുന്നു, കൊച്ചിയിലൂടെ നടക്കുന്നു, ഞാൻ കാലനാണ്, എനിക്ക് പണി പോകുന്നു പേടിക്കുന്നുണ്ട്, കാരണം UDF എന്ത് കൊടുത്തിട്ടുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ്, 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ്, അപ്പോൾ ഇനിയിപ്പോൾ എനിക്കിവിടെ പണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒരു വണ്ടിയിൽ കയറുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആക്ടിവേഷൻ്റെ വേറെ ലെവലാണ്. രണ്ടാമത്തെ ഒരു ക്യാമ്പയിൻ ഞാൻ UDFൻ്റെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മറ്റേ നമ്മുടെ ഹോർഡിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് താഴെ ഒരു സാധനം, സ്വർണം കട്ടത് ആരപ്പ, മുകളിലേക്ക് നോക്കൂ, മുകളിൽ മറ്റേ ഹോർഡിങ്. ഇത്തരത്തിലുള്ള ആക്ടിവേഷൻസുകൾ ഒരുപാട് UDFൻ്റെ ക്യാമ്പയിൻ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ക്യാമ്പയിനുകൾ ആക്ടിവേഷൻ ലെവലിൽ, പിന്നെ ഇപ്പം വേറൊരു ക്യാമ്പയിൻ്റെ ആസ്പെക്റ്റിൽ UDF ചെയ്ത വളരെ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്യാമ്പയിൻ ആസ്പെക്റ്റിൽ ഇന്ദിരാ ഗ്യാരണ്ടി, നിരന്തരമായി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന്, അന്ന് പുതുയാത്രയുടെ അവസാനം രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്തെ യോഗത്തിൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി നടക്കുമോ നടക്കില്ല എന്നുള്ള ചർച്ച നടക്കുന്നു. പക്ഷേ ഈ 5 പോയിന്റിലേക്ക് കേരളത്തിലെ UDFൻ്റെ മൊത്തം നറേറ്റീവ് റീസെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്ദിരാ ഗ്യാരണ്ടി കൊടുത്ത ഒരു വലിയ അഡ്വാൻറ്റേജ്. കേരളത്തിൽ 10% സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ കൂടുതൽ 10% കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തൊരു ഇലക്ഷനാണിത്. ഇതിന് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ, അത് മൊത്തത്തിൽ സ്ത്രീകൾക്ക് അനുകൂല. കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേർക്ക് KSRTC ഫ്രീ. അപ്പം ഇന്ദിരാ ഗ്യാരണ്ടി പോലെ ഒരു ക്യാമ്പയിൻ അവർ സെറ്റ് ചെയ്ത്, ഇന്ദിരാ ഗ്യാരണ്ടി നടക്കുമോ നടക്കില്ല അതൊക്കെ ഞാൻ പൊളിറ്റീഷ്യന് വിടുന്നു, പക്ഷേ അതിനൊരു ക്യാമ്പയിൻ്റെ സ്വഭാവമുണ്ട്. നിരന്തരമായി 40 ദിവസത്തോളം, 30-35 ദിവസത്തോളം നിരന്തരമായി ഒരേ മെസ്സേജ്, എല്ലാവരും ഒരേ മെസ്സേജ് മാത്രം വീണ്ടും വീണ്ടും പറയുന്ന ലെവലിൽ. കോൺഗ്രസ് മാത്രമായിരിക്കില്ല അത് പറഞ്ഞല്ലോ. കോൺഗ്രസ് മാത്രം അത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ സെറ്റ് ചെയ്തിട്ട് ആ ഇലക്ഷൻ, അത് സഹ്റൈൻ മംദാനി വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. മംദാനി ഈ ന്യൂയോർക്കിൽ വളരെ കൃത്യമായി 5 പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. ആ ക്യാമ്പയിന് 5 പോയിന്റേ ഉള്ളൂ. നിങ്ങൾ ആ ക്യാമ്പയിൻ്റെ ഒരു സ്വഭാവം എടുത്താൽ, ആ ക്യാമ്പയിൻ ഡിസൈൻ ചെയ്ത് തെരുവെന്നാണ്, അതൊക്കെ ആക്ച്വലി അതൊന്നും ഇവിടെ വലിയ സബ്ജക്റ്റ് അല്ല. ക്യാമ്പയിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 5 കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ ന്യൂയോർക്കിനെ അഫോർഡബിൾ ആക്കും. ന്യൂയോർക്ക് അഫോർഡബിൾ അല്ല, ന്യൂയോർക്ക് ഒരു തരത്തിൽ അഫോർഡബിൾ ആയൊരു സിറ്റി അല്ല. ന്യൂയോർക്കിനെ അഫോർഡബിൾ ആക്കുക എന്ന് പറയുന്ന ന്യൂയോർക്കിൽ എത്തിപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആവശ്യത്തെ ഫോക്കസ് ചെയ്ത് ഈ 5 പോയിന്റിലേക്ക് ആ ക്യാമ്പയിൻ ഒതുക്കി എന്നുള്ളതായിരുന്നു. അത്തരത്തിലൊരു ക്യാമ്പയിൻ്റെ സ്വഭാവം ചെയ്തിട്ടുണ്ട്. പ്രിസൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചു. വലിയൊരു പ്രകടന പത്രിക, ഈ ഇലക്ഷൻ മാസം എത്ര 150 പേജായിട്ടുണ്ട്. ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇസ് എ ബിഗ് തിങ്, ആര് വായിക്കും? അതിനെ വെറും 5 കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് 5 കാര്യത്തെ നിരന്തരമായി റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു തരത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇതേ സാധനം മറ്റൊരു തരത്തിൽ LDF ചെയ്തത് ഏകദേശം 250 കോടി രൂപയാണ് അവസാനത്തെ 2.5-3 മാസം കൊണ്ട് കേരളത്തിൽ സ്പെൻഡ് ചെയ്യപ്പെട്ടത്. സിമ്പിളായി പറയാണ്, ഒരാളുടെ മുകളിൽ 100 രൂപ വെച്ചിട്ട് ആര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ്റും കിഫ്ബിയും നമ്മുടെ PRDയും ചേർന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് LDFൻ്റെ ക്യാമ്പയിൻ വരുന്നത്, അതിൻ്റെ സ്പെൻഡ് വേറെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് ഇവർ ഇതേ മെസ്സേജാണ്, മറ്റാരുണ്ട് എന്നൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 2014 ശേഷം ഇന്ത്യയിലെ ഇലക്ഷനുകൾ ഒരു പ്രസിഡൻഷ്യൽ ഫോർമാറ്റിലേക്ക് മാറുന്നുണ്ട്. സത്യത്തിൽ ഇന്ത്യയിൽ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമല്ല. ഞങ്ങൾക്കൊരു നേതാവ് മതി, ഇവിടെ ഒരു നേതാവ്, മോഡി അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മോഡി ഉണ്ടാക്കിയൊരു സെറ്റപ്പാണ്. മോഡിക്ക് മുമ്പ് ഇലക്ഷനിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. രാജീവ് ഗാന്ധി ഇലക്ഷനിൽ മത്സരിക്കും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല, ഉണ്ടോ? പാർട്ടി ഫോക്കസ്ഡ് ആയിരുന്നു അത്രയും കാലം. 2014 വരെയുള്ള എല്ലാ ഇലക്ഷനുകളും പാർട്ടി ഫോക്കസ്ഡ് ആണ്, അജണ്ട ഫോക്കസ്ഡ് ആണ്. 2014 മോഡി വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ വന്നു തുടങ്ങിയത്. ഈ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി കടന്നു വരുന്നത് ഇതേപോലെ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം ഒരുപക്ഷെ രാജ്യത്തെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരുത്തുള്ള കഥാപാത്രമായിട്ട് രാഹുൽ ഗാന്ധി, PR ഏജൻസികൾ ഒഫീഷ്യലി എൻഡോസ് ചെയ്യപ്പെട്ട ഇലക്ഷനുമാണത്, രാജീവ് ഗാന്ധിയുടെ ഫസ്റ്റ് ഇലക്ഷൻ. അപ്പോൾ അത് പിന്നീട് മോഡിയിലേക്ക് വേറെ ലെവലിലേക്ക് ഒരു പ്രസിഡൻഷ്യൽ ഫോർമാറ്റിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ലെവലിലേക്കാണ്. രസകരമായ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്
പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതേക്കുറിച്ച് വിശദമായി ഞാൻ ചോദിക്കുന്നില്ല. എങ്കിലും ഏകദേശം കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെയൊക്കെ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? അത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റാത്ത, വളരെ എനിക്ക് അറിയാത്ത, ഞാൻ പറയുന്നത് PR ഏജൻസി, അതായത് ബ്രാൻഡ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു സ്ഥാനാർത്ഥി. ഇതെന്താ ഇതിനകത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ പേയ്മെൻറ്റ് പലതും എനിക്ക് കൃത്യമായി അറിയാത്തൊരു സൈഡാണ്. കാരണം ഇവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ പലതരത്തിൽ പല ഘട്ടത്തിൽ പല ഇലക്ഷനുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത, ഈ ഫണ്ട് പോകുന്നത് മൾട്ടിപ്പിൾ സോഴ്സുകളിലേക്കാണ്. അതായത് ഒരു സോഴ്സിലേക്ക് ഒരിക്കലും അല്ല, ഏകദേശം ഒരു സ്ഥാനാർത്ഥി എത്ര പണം ഇതിന് വേണ്ടി? അതിനെക്കുറിച്ച് എനിക്ക് പറയുന്നതിൽ കുറേ ബുദ്ധിമുട്ട്. കാരണം ഞാൻ പറയുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് ഒഫീഷ്യലി പറയുന്നത് ആസാൻ എന്തൊരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഞാനതിൽ പറയുമ്പോൾ അത് ഞാൻ പറയുന്നത് എനിക്ക് തെളിവ് പറയണം. മറ്റു പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. ഏതില് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. സ്പെൻഡ് ചെയ്യാറുണ്ടല്ലോ. 250 കോടി രൂപ സ്പെൻഡ് ചെയ്തു എന്ന് നമ്മൾ കണക്കില്ല. DRDയും കിഫ്ബിയും ചേർന്ന് 250 കോടി രൂപ സ്പെൻഡ് ചെയ്തു. മറ്റേ പാർട്ടികളും സ്ഥാനാർത്ഥികളും, ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ ചാണ്ടി ഉമ്മന്റെ കേസ് പറയുകയാണെങ്കിൽ, ചാണ്ടി ഉമ്മൻ പൈസ വേണ്ട, ഫ്ലെക്സ് വേണ്ട എന്ന് പറയുന്നു. അതെ, അതിന് പിന്നെ ഒരു കൗണ്ടർ പോയിന്റ് കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് കറക്റ്റ് മനസ്സിലാവും. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുള്ളി പറഞ്ഞത് 50 വീടുണ്ടാക്കുക പൈസ വേണ്ടതാണ്. 50 വീടുണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് കേരളത്തിൽ എത്രയാണ് ഒരു വീടിന് സ്പെൻഡ് ചെയ്യുന്നത്, ഇത്തരം വീടുകൾക്ക് സ്പെൻഡ് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അവിടെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് നടക്കുന്നുണ്ടല്ലോ. അത് പറയുമ്പോൾ തന്നെയും അതെക്കോ ചെയ്യുന്ന അത് ഒരു അപ്രോച്ചാണ്. ഞാൻ ചാണ്ടി ഉമ്മൻ വളരെ കൃത്യമായി ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റർ ചാണ്ടി ഉമ്മനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഫ്ലെക്സ് വേണ്ട എന്ന് തീരുമാനിക്കുന്നു, കൊട്ടിക്കലാശം വേണ്ട എന്ന് തീരുമാനിക്കുന്നു, സൈക്കിളിൽ യാത്ര ചെയ്യുന്നു, ഭയങ്കര രസകരമായി ക്യാമ്പയിൻ കൊണ്ടുപോയ, സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച ഒരു പക്ഷേ ഫ്യൂച്ചർ ക്യാമ്പയിനുകളുടെ ഒരു വഴിമരുന്നിടുന്ന ഒരു അത് എല്ലാവരും കാണില്ല. കാരണം അത് ഭയങ്കര ക്യാരക്ടർ സെൻട്രിക്കാണ്. അങ്ങനെ ആവാൻ ആർക്കും പറ്റില്ല. രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു വേദിയിൽ ഇപ്പുറത്ത് നിന്നിട്ട് എന്ന് വിസിലടിക്കാൻ കേരളത്തിലെ വേറൊരു സ്ഥാനാർത്ഥിക്കും പറ്റില്ല. പറ്റുമോ? ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പുറത്ത് ഇങ്ങനെ ചൂണിച്ചാരി എന്നിട്ട് ചാണ്ടി ഇങ്ങനെ വിസിലടിക്കുന്നുണ്ട് അപ്പുറത്ത്. ഇയാളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്, അപ്പുറത്ത് രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ. സോ ഹീ സോ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യണം. പുള്ളിയുടെ ക്യാരക്ടർ അതിലുണ്ട്. അത് നാച്ചുറൽ ആണോ അതോ ഡ്രിവൺ ആണോ? നമുക്ക് ചാണ്ടിയമ്മനോടാണ് ചോദിക്കുന്നത്. അതെനിക്ക് ചാണ്ടിയമ്മനോട് വീണ്ടും ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പോൾ നമ്മൾ മിക്ക പൊളിറ്റിക്കൽ പാർട്ടിയുടെയും എക്സ്പെൻഡിച്ചർ കണക്കുകളൊക്കെ നമുക്ക് മുൻപിൽ ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ പങ്കുവച്ച കണക്കുകളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒബ്സർവേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യമാണ്, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാണ് ഈ മേഖലയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഒരു പക്ഷേ എത്ര ഭീമമായിരിക്കും ആ കണക്ക്? ഒരു പക്ഷേ ആ ഒരു ഫീൽഡിൽ നിന്നുള്ള ആളെന്ന നിലയ്ക്ക് എത്ര വലിപ്പത്തിലായിരിക്കും? ഇതിലെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തത്. ഒരിക്കൽ പോലും ഞാൻ ഈ സ്പെൻഡ് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടില്ല. അല്ല, നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഏകദേശം ഒരു ഗസ്സാണ്. പറയുമ്പോൾ ആ ഗസ് ഞാൻ പറയാത്തത്, ഞാനത് വളരെ ഡെലിബറേറ്റ് ആയിട്ടാണ് പറയാത്തത്. അതിന് രണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രസക്തമല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇത്തരം നറേറ്റീവ് ബിൽഡിങ്ങുകളുടെ ഭാഗമായിട്ട്, ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പാർട്ടികൾ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവരുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് എങ്ങനെയാണ് ഇത്രയും വലിയ ബിൽഡിങ് CPM ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ എല്ലാ കാലത്തും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയ പാർട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫണ്ട്, ഇപ്പം എന്താ പറയുക, 1 രൂപ സ്പെൻഡ് ചെയ്തും ഇലക്ഷനിൽ മത്സരിക്കാം, 100 കോടി സ്പെൻഡ് ചെയ്ത് ഇലക്ഷനിൽ മത്സരിക്കാം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിനകത്ത് ഫണ്ട് പലതും ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ തരത്തിലാണ്. സാധാരണ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, ഇവിടുത്തെ ഔട്ട്ഡോറിന് ഒരു പാർട്ടി കിട്ടുന്ന റേറ്റിലായിരിക്കില്ല ഒരു ബ്രാൻഡിന് കിട്ടുന്നത്. കാരണം പാർട്ടിക്ക് വേറെ തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ സബ്ജക്റ്റായി നമ്മൾ എടുക്കുക. എനിക്കൊരു PR ഏജൻസിയിൽ എത്ര കിട്ടുന്നു എന്നുള്ളതിനേക്കുള്ളത് പലതരത്തിൽ സ്പ്രെൻഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യം എനിക്കറിയാം. സോഷ്യൽ മീഡിയ 3 മാസമായിട്ട് ജീവിച്ചത് ഇതുകൊണ്ടാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, എല്ലായിടത്തും ഈ പരസ്യങ്ങളുണ്ട്. എല്ലാവരും. അപ്പം ഈ പരസ്യങ്ങളുടെയൊക്കെ ഒപ്പം പാരലായിട്ട് ഇതൊരു അങ്ങ് പറഞ്ഞൊരു ബ്രാൻഡ് ബിൽഡിങ്ങും നടക്കുന്നുണ്ട്. PR ക്യാമ്പയിൻ. ഞാനൊരു സിമ്പിൾ സ്ട്രാറ്റജി, ഒരു ഡാറ്റ വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യില്ല. 250 കോടി രൂപ ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്തു എന്നാണ്, ഔട്ട്ഡോറും മീഡിയമായി സ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് യൂഷ്വലി കേരളത്തിൽ, ഇന്ത്യയിൽ ഇപ്പോഴത്തെ അഡ്വർടൈസിങ് സ്ട്രാറ്റജി വെച്ചിട്ട് 50% ഓഫ് ദ ടോട്ടൽ ആഡ് സ്പെൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീം മുടക്കിയ സ്പെൻഡ് ഏറ്റവും ചുരുങ്ങിയത്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ 40 to 50% ആയിരിക്കും ഈ സ്പെൻഡ്. നിങ്ങൾക്ക് അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് വരുന്ന ഇൻഡിവിജ്വൽ പാർട്ടികൾ, അതാണ് ടോട്ടൽ ഒരു ആഡ് സ്പെൻഡ് വന്നിട്ടുണ്ടാവുക. അങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ഇൻറ്റു 3, അപ്പോൾ എത്രയായി?
അതെ. ഏകദേശം ഒരു എമൗണ്ട് എത്തിയിട്ടുണ്ടാവും. ഈ എമൗണ്ട് നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. എൻ്റെ നാവ് കൊണ്ട് ഞാനത് പറയാത്തത് പല കാരണം കൊണ്ടാണ്, പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല, ഇത് ഞാൻ ചോദിക്കാനുണ്ടായ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ ഒരുപക്ഷെ വളരെ ജെന്യൂനായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക വലിയ രീതിയിലുള്ള നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താൻ പറ്റാത്ത, ഒരുപക്ഷെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി വലിയ പണം മുടക്കി വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള PR ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു, ബ്രാൻഡ് ബിൽഡിംഗ് നടത്തുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനെങ്കിലും നമ്മൾ അത്രയും പണം കണ്ടെത്തി അതിന് സമാനമായൊരു നീക്കം നടത്തുന്ന രീതിയിൽ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ ഒരു റിയാലിറ്റി ഇല്ല എന്ന് ഞാൻ അതിനെ പറയും. അങ്ങനെ ഒരു റിയാലിറ്റി ഇപ്പോഴും കേരളത്തിലില്ല. ഇപ്പോഴും പൊളിറ്റിക്സിൽ മാത്രം അത് പോസിബിൾ അല്ല. കാരണം നിങ്ങൾ 5 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന 5 വർഷമോ 10 വർഷം എടുത്ത് നിങ്ങൾ ജനഹൃദയങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ സാധനത്തെ മാറ്റാൻ ഇപ്പുറത്ത് 100 കോടിയോ 200 കോടി രൂപയോ മുടക്കിയാലും മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അത് ഇമ്പാക്ട് കുറവാണെന്നാണോ? സ്ട്രൈക്ക് റേറ്റ് നിങ്ങൾ ലോങ് ടൈമിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് വളരെ ക്രിട്ടിക്കലാണ്. ഉമ്മൻചാണ്ടിയുടെ കേസിൽ ഉമ്മൻചാണ്ടി എങ്ങനെ പോപ്പുലറായി? എല്ലാ സൺഡേയും പള്ളിയിൽ പോയി ആ പുതുപ്പള്ളിയിലെ പള്ളിയുടെ പുറത്ത് നടയിലിരുന്ന് കുർബാന കൊള്ളുന്ന ഉമ്മൻചാണ്ടിയോട് ആ നാട്ടുകാർക്കുള്ള സ്നേഹം നിങ്ങൾക്ക് എന്തൊക്കെ പരസ്യം കൊടുത്ത് മാറ്റാൻ പറ്റില്ല. പരസ്യങ്ങൾക്ക് പരസ്യത്തിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. ഈ നമ്മൾ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രൊഡക്റ്റ് ഇസ് ദ ഹീറോ. നിങ്ങൾ നല്ലൊരു നേതാവാണ് എങ്കിൽ, നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെങ്കിൽ, ചാണ്ടിയുമ്മനാകാൻ, ചാണ്ടിയുമ്മനെ തോപ്പിക്കാൻ നിങ്ങൾ 5000 കോടി കൊടുത്താലും ചാണ്ടിയുമ്മനെ തോപ്പിക്കാൻ പറ്റുമോ? ചാണ്ടിയുമ്മൻ അവിടുത്തെ പുതുപ്പള്ളി ഫെസ്റ്റിന് നാട്ടുകാരോട് ഡാൻസ് ചെയ്യും. ഒരു MLA, എൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരു MLAയോടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ. ഇല്ലേ? ഷാഫിയും അതിൽ കുറേയൊക്കെ മുന്നിട്ടുള്ളത്. ഷാഫി അത്തരത്തിലാണ്. ഷാഫി അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഷാഫിക്ക് പിന്നെ കുറേയും കൂടി വലിയൊരു സ്റ്റേച്ചറുണ്ട്. ഷാഫി കുറേയും കൂടി വലിയ സ്റ്റേച്ചറുള്ള ആളാണ്. അപ്പോൾ ഷാഫിയെ നമുക്ക് വേറെ പലതരത്തിൽ അനലൈസ് ചെയ്യണം. ഷാഫി അങ്ങനെ ചെറുതാക്കാനും എനിക്ക് താല്പര്യമില്ല മനുഷ്യൻ. കാരണം ഷാഫിക്ക് വേറെ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡയമെൻഷനുള്ള ഒരാളാണ്. ഷാഫിനെ നമുക്ക് അത്തരത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു തരം വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഷാഫിക്ക്. പക്ഷേ ജനകീയ പിന്തുണയുണ്ട്. അഗെയിൻ, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളെ തോൽപ്പിക്കാൻ ഒരു പരസ്യത്തിനും പറ്റില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയക്കുള്ളൊരു ഗുണം എന്താ പറയുക നിങ്ങൾക്ക്? സോഷ്യൽ മീഡിയ അൽഗോരിതത്തിന് ഒരു ഗുണമുണ്ട്. ജനം സ്വാഭാവികമായി റിയാക്ട് ചെയ്യുന്ന അൽഗോരിതം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. നിങ്ങൾക്കൊരു കണ്ടൻറ്റ്, ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ പറയാം, ഒരാൾക്കെതിരെ ഒരു അനീതി നിങ്ങൾ കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഓട്ടോമാറ്റിക്കലി അതിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും സോഷ്യൽ മീഡിയ ജനകീയമായിട്ട് പണ്ട് വെച്ചിട്ട് സോഷ്യൽ മീഡിയൻ്റെ കോണ്ടൻറ്റ് നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, പത്രങ്ങളെ മൊത്തത്തിൽ വാങ്ങാൻ പറ്റും, പക്ഷേ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പണത്തേക്കാൾ വലിയ ഫാക്ടറാണ് ഹ്യൂമർ ഇൻ്റർഫിയറൻസ് എന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. അതിന് കേരളത്തിൽ പല എക്സാമ്പിളും ഉണ്ട്. നിങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മിനിമം 25 മണ്ഡലങ്ങൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഏത് 25 മണ്ഡലമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 25 മണ്ഡലങ്ങളിൽ നിങ്ങൾ എത്ര പൈസ മുടക്കിയാലും MLA തോക്കില്ല. എത്ര പൈസ നിങ്ങൾ മുടക്കിക്കോ. അത് ലോങ് ടേം ആയിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ഇന്റർഫിയറൻസ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണെന്നാണ് അയാൾ എന്ന മനുഷ്യനെ ഒരു പണം നിങ്ങൾ എത്ര പരസ്യം കൊടുത്താലും മാറില്ല. അത് വലിയൊരു പ്രതീക്ഷയുള്ള വാക്കാണല്ലോ പറയുന്നത്. 100% ഹാക്ക് ചെയ്യപ്പെടാൻ പറ്റാത്ത പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതാണ്. ഉറപ്പായിട്ടുണ്ടാവും. ഈ നമ്മൾ സോഷ്യൽ മീഡിയ ട്രെൻഡ് ചെയ്യാൻ പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, സോഷ്യൽ മീഡിയ ആക്ച്വലി റിയാക്ട് ചെയ്യുന്ന റിവേഴ്സാണ്. സോഷ്യൽ മീഡിയ എപ്പോഴും ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യത്തിൻ്റെ റിയാക്ഷനായിട്ടാണ് വരിക. നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു സാധനം വൈറലാവും. എന്താണ് വൈറാലിറ്റി? എവിടുന്ന് വേണമെങ്കിലും കണ്ടൻറ്റ് വൈറലാവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ കോണ്ടൻറ്റ് എന്തായിരിക്കും? CCTV ക്യാമറയാണ്. നിങ്ങൾ CCTV ക്യാമറയിൽ വരുന്ന നിങ്ങൾ കണ്ടിട്ടുള്ള വൈറൽ കോണ്ടൻറ്റിൽ ഒരു 10 എണ്ണമെങ്കിലും CCTV എന്ന് വന്നായിരിക്കും. ജെന്യുവിനെസ് ആണോ? അതുകൊണ്ട് അവിടെ ജെനുവിനെസ് ഉണ്ട്. നിങ്ങൾക്ക് ജെനുവിനായി ഒരാളൊരു സാധനത്ത് ഇഷ്ടപ്പെട്ടാൽ അതിൽ കയറി ലൈക്ക് അടിക്കുകയും കമൻ്റ് അടിക്കുകയും ചെയ്യുന്നിടത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മനസ്സിപ്പോഴും ജെനുവിനാണ്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ വെച്ച് നിങ്ങൾക്ക് കുറേ ശ്രമിക്കാം. ഓക്കെ, അത് കുറേ പേരൊക്കെ മറിയും. പക്ഷെ അവിടെ ജെനുവിനായിട്ട് അപ്പുറത്താളെ നിൽക്കുകയും ഇപ്പുറത്തെ സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്താൽ നമുക്ക് കേരളത്തിൽ വളരെ പ്രസിദ്ധമായി അടുത്ത കാലത്ത് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ നമ്പിനാരായണൻ്റെ കേസ് പറയുന്നുണ്ട്. ഒരു മാധ്യമം കുടുക്കിയെന്നാണ് പറയുന്നത്. എനിക്ക് സത്യം എനിക്കറിയില്ല, അതിലേക്ക് ഞാൻ കയറുന്നില്ല. ഒരു മാധ്യമത്തിന് അത് പറ്റും. പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ള കാലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സാധനത്തിൻ്റെ കൗണ്ടർ നറേറ്റീവ് ഇതിനെ പൊട്ടിച്ച് കളയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലേക്ക് ഇത്ര അധികം PR ഏജൻസികൾ വരുന്നു.
പല വിദേശ ഏജൻസികൾ വരെ കേരളത്തിൽ ഇപ്രാവശ്യം ക്യാമ്പയിനുകളിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. വലിയ രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമ്മൾ ഒരു വശത്ത് നമ്മൾ പറയുന്നുണ്ട് പബ്ലിക് ഒപ്പീനിയൻ അത്ര എളുപ്പത്തിൽ പൊളിക്കാൻ പറ്റാത്തതാണ് കേരളത്തിലെ ഒരു സാഹചര്യം. കേരളത്തിലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചരിത്രം കൊണ്ട് തന്നെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കോൺഷ്യസ് ആണത്. അത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെയും ഇത്രയധികം ഏജൻസികൾ കേരളത്തിലേക്ക് വരുന്നു, ഇത്രയധികം പണം പ്രചാരണ രംഗത്ത് ഈ ഏജൻസികൾക്ക് വേണ്ടി PR-നും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെലവഴിക്കപ്പെടുന്നു. ഇതിനൊരു ഒരു 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 നമുക്ക് അത് ചെന്ന് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പുറകിലൊരു സാങ്കത്യം എന്താ? അല്ല, കേരളത്തിൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പലതിലും കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ കഴിഞ്ഞ നമുക്കൊരു നവോത്ഥാന കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം 1930 മുതൽ ഇങ്ങോട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള പല വികസനങ്ങളുടെയും കാരണം നമ്മുടെ സോഷ്യൽ കോൺഷ്യസ്നെസ് ആണ്. ഇതിൽ വലിയൊരു മണ്ടത്തരം കിടപ്പുണ്ട്. ഇതിൻ്റെ മണ്ടത്തരങ്ങളെ പൊളിക്കുന്ന സമയമായിട്ടുണ്ട്. നമ്മൾ നവോത്ഥാനം പറയുന്നു, ജാതിയെക്കെതിരെ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ കേരളത്തിൻ്റെ സോഷ്യൽ നറേറ്റീവിൽ വികസനം വേണ്ട, റോഡിന് വീതി 35 സെൻറ്റ് മതി, അല്ലേ? ഈ മലയാള സിനിമയിൽ എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും വില്ലന്മാരായിട്ട് മാത്രം ബിസിനസ്സുകാരെ അവതരിപ്പിക്കുന്നത്? ഉസ്താദിലെ മോഹൻലാൽ കള്ളക്കടത്തുകാരനാണ്, അതുകൊണ്ടാണ് നായകനായത്. മലയാള സിനിമകളിൽ ഉമ്മർ മറ്റേ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ പെണ്ണുപിടിയനായിരിക്കും. ബലാത്സംഗം ചെയ്യുന്ന അത്ര ആളുകളാണ്. ജനാർദ്ദനൻ കൊല്ലുന്നതൊക്കെ ബിസിനസ്സുകാർ. നിങ്ങൾ നോക്കിയാറിയാം മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് അതിന് ചെറിയ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ 1930-കൾ മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായൊരു സാധനമാണ് ബിസിനസ്സുകാർ തെറ്റാണെന്നുള്ളത്. അതേ ചോദ്യമാണ് എപ്പോഴും എന്നോട് പലരും. ഇപ്പോഴും നമ്മൾ PR ഏജൻസി തെറ്റാണെന്ന് പറയുന്നത് ഈ സോഷ്യൽ ഫാബ്രിക്കിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മാത്രമാണ്. ഞാനത് വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്രാവശ്യം കേരളത്തിൽ കൂടുതൽ ഏജൻസികൾ വന്നു എന്ന് കാണിക്കുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല. 2016 ഇലക്ഷനിൽ എല്ലാം ശരിയാകുമെന്ന് എഴുതിയത് ഏജൻസിക്കാരല്ലേ, അല്ലേ? അതേ വർഷം കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ചെയ്തത് ഏജൻസിക്കാരല്ലേ? കേരളത്തിലെ വളരെ പ്രസിദ്ധനായ 2 ഏജൻസിക്കാരാണ് 2016 ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്തത്. ഇപ്രാവശ്യം പുറത്തുനിന്ന് ഓരോ ഏജൻസിക്കാരും വന്നതായിട്ടുള്ള അറിവ് എനിക്കില്ല. കൂടുതൽ ഏജൻസികൾ വന്നതായിട്ടോ? യെസ്, ഒബ്വിയസ്ലി സ്ട്രാറ്റജിസ്റ്റുകൾ ഇതിനകത്ത് പലതരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് ഇപ്പം നമ്മൾ PR തെറ്റാണ് എന്ന് എന്തിനാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രോബ്ലം നമ്പർ 1, അല്ലേ? മംദാനി ക്യാമ്പയിൻ ചെയ്തപ്പോൾ തെറ്റായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു? മംദാനിയുടെ ക്യാമ്പയിൻ ചെയ്ത് വളരെ പ്രസിദ്ധമായ ഏജൻസി അല്ലേ? 1979 ഞാൻ നേരത്തെ പറഞ്ഞ ലേബറേഴ്സ് നോട്ട് വർക്കിംഗ് എന്നുള്ള ക്യാമ്പയിൻ ചെയ്ത് സാച്ചിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാലത്തെ 1979 ഏജൻസിയെ യൂസ് ചെയ്യാമെങ്കിൽ 2016 എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ? തെറ്റുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിൽ തെറ്റുള്ളതായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുക? മാർട്ടിൻ ലൂതർ കിങ് വളരെ പ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗം എഴുതുന്നതിൻ്റെ തലേന്ന് രാത്രി ഉറക്കമുളച്ചിരുന്ന ആ പ്രസംഗം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാപ്പാടം പഠിച്ച് പറഞ്ഞാതാ പറയുന്നത്. ഇത് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ച. ഇത്തരം ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായും PR ഏജൻസികൾ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 1820 മറ്റാന്ന് തോന്നുന്നു ആദ്യമായിട്ടൊരു PR കമ്പനി ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. 1820 മുതൽ 2026 വരെ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് PR ഏജൻസികൾ തന്നെയാണ്. അത് തെറ്റില്ല. അത് തെറ്റുണ്ട് എന്നും അതിൽ ഫണ്ട് ചെയ്യുന്നതിലൊരു തെറ്റുമില്ല. പണ്ടൊക്കെ പത്രങ്ങൾ നിങ്ങൾ പരസ്യം കൊടുക്കില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ 220, 225, 230 കോടി രൂപ TV ചാനലുകൾ കൊടുത്തു, അതിന് തെറ്റില്ല. പത്രങ്ങൾ കൊടുത്തു തെറ്റില്ല. ഹോർഡിങ്ങിൽ കൊടുത്തു, അതിന് തെറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് പൈസ PR ഏജൻസിക്കോ കൊടുക്കുന്നതിന് എന്താ തെറ്റ്? ഇത് പറയുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തീർത്തും ജനഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പക്ഷേ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഗുണകരമല്ലാത്ത നിലപാടുകളുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി പെട്ടെന്ന് ഉയർന്നു വന്നതായിട്ട് പലപ്പോഴും വിമർശനം ഉന്നയിക്കപ്പെടാറുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളുടെയും കടന്നുവരവിനെ ഈ രീതിയോട് ചേർത്ത് വായിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഈവിൾനെസ്, പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും, അങ്ങനെയെങ്കിൽ ആർക്കും ആക്സസിബിൾ ആയ ഒരു സ്ഥലമായിട്ട് പൊളിറ്റിക്സ് മാറുന്നുണ്ടോ എന്നൊരു ആശങ്ക പൊതുവെ ഇപ്പം എല്ലാവർക്കിടയിലുമുള്ളൊരു ആശങ്കയാണ്. ഇങ്ങനെയുള്ള ഒരു ഏജൻസിയും കുറച്ച് പണവും ഉണ്ടെങ്കിൽ ആർക്കും ഒരു നേതാവായി മാറാൻ പറ്റുമോ? അതൊരു സംശയമാണ്, ജെന്യൂൻ ആയിട്ടുള്ള സത്യം തന്നെയാണ്. അത് പറ്റും, അത് പറ്റില്ല എന്ന് ഞാൻ പറയില്ല. ഒരു എൻ്റയർ സൊസൈറ്റിയെ പറ്റിക്കാൻ ഇപ്പോൾ ചായപ്പേ ചർച്ച പോലെയുള്ള ചർച്ചകളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അത്തരം ചർച്ചകളിലൂടെയാണ് മോഡി എന്ന് പറയുന്ന ഒരു പ്രഭാവം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നത്.
ഹോളോഗ്രാമിലൂടെയൊക്കെ മോഡി പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കേരളത്തിലൊന്നും ആ ലെവലിലേക്ക് പോയിട്ടില്ല. സ്വാഭാവികമായിട്ടും വലിയ ഫണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നാടിനെ മുഴുവൻ മീഡിയയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു നാടിനെ ഭരിക്കാൻ പറ്റും. ഈ കളക്റ്റീവ് കോൺഷ്യസ്നസ് അതിൽ ഞാൻ വേറൊരു കൗണ്ടർ പോയിന്റ് പറയാം. ഈ ഗ്രോത്ത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഒരു ആക്ടിവേഷനിലായിരിക്കും. ബാബറി മസ്ജിദ് തകർക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവേഷനിൽ തുടങ്ങിയ ഒരു സാധനത്തിൽ നിന്നാണ് നിങ്ങളീ പറയുന്ന മാസ് മൂവ്മെൻറ്റ് നിങ്ങൾ മോഡിയുടെ 2014 ഇലക്ഷൻ ചായപ്പേ ചർച്ച അടക്കമുള്ള ഇലക്ഷൻ ക്യാമ്പയിനുകളൊക്കെ നിങ്ങൾ മുന്നിൽ നിർത്തുമ്പോഴും ഈ നരേറ്റീവിൻ്റെ തുടക്കം ഒരു ആക്ടിവേഷനാണ്. ബാബറി മസ്ജിദ് 92 തകരുന്നിടത്തുനിന്നാണ് ഈ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ രഥയാത്ര, അദ്വാനിയുടെ പ്രസിദ്ധമായ രഥയാത്ര എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറിയുടെ എൻഡിലാണ് നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇത് തുടങ്ങുന്നത് അവിടെയല്ല. അതായത് ഇതിൻ്റെയൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഏത് മൂവ്മെൻറ്റിൻ്റെയും പിന്നെ ഒരു ആക്ടിവേഷൻ ഉണ്ടാവും. ഈ ആക്ടിവേഷനെയാണ് നിങ്ങൾ ഭയക്കേണ്ടത്. സോഷ്യൽ മീഡിയയോ PR-നെയോ ഒന്നുമല്ല. എപ്പോഴും ഒരു നേതാവ് ജനിക്കുക ദണ്ഡിയാത്രയിലാണ്. ഇതാ ഉപ്പ് ഞാൻ എടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു, അവിടെയാണ് ടിയാൻമെൻ സ്ക്വയർ പ്രസിദ്ധമാവുന്നത്. അവിടെയാണ് നിങ്ങൾ അറബ് സ്പ്രിങ് പ്രസിദ്ധമാവുന്നത്. ഈ ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന അവിടെയാണ് പ്രസിദ്ധമായ ഫ്രഞ്ച് വിപ്ലവം പ്രസക്തമാവുന്നത്, അല്ലേ? അപ്പം ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ടത് അവിടെയാണ് ചൂല്. ആം ആദ്മി ചൂല് എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു കാലമുണ്ട്. നിങ്ങൾക്ക് അണ്ണാ ഹസേര നടത്തുന്ന ആ സമരം, അഴിമതിക്കെതിരെ നടക്കുന്ന സമരത്തിൻ്റെ പ്രതീതമായിട്ടുള്ള ചൂലാണ് പിന്നീട് എന്താവുന്നത്? ആം ആദ്മി പാർട്ടി. ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നുണ്ട് അവർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭയക്കേണ്ടത് സോഷ്യൽ മീഡിയനെ ഒന്നുമല്ല. ഇപ്പോഴും 2026-ലും നിങ്ങൾ ഭയക്കേണ്ടത് ഒരു ആക്ടിവേഷനായിരിക്കും. ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുക ഒരാൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ്. അവിടെയാണ് ചാണ്ടി ഉമ്മൻ സൈക്കിൾ എടുത്തിറങ്ങുന്നതിൻ്റെ പ്രസക്തി നിങ്ങൾ കാണേണ്ടത്. ആക്ച്വലി അവിടെ ഫണ്ട് കുറച്ചോ കൂട്ടിയോ അതല്ല അവിടുത്തെ സബ്ജക്റ്റ്. അതിൻ്റെ സ്ട്രോങ് ആക്ടിവേഷൻ ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പം നിങ്ങൾ സഹ്റാൻ മംദാനിയുടെ ക്യാമ്പയിനിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനം അതിൻ്റെ ആക്ടിവേഷൻ സ്വഭാവമാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും പേടിക്കുക. എത്ര ഫണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു സൊസൈറ്റി ഇമോഷണലി ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫണ്ട് വെച്ചിട്ട് ഇമോഷണലി ഹൈജാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നെങ്കിൽ അണ്ണാ ഹസാരെ ഉണ്ടാവുമായിരുന്നു, ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുമായിരുന്നു. അവിടെ ഒരു മൂവ്മെൻറ്റ്, നിങ്ങൾ പഞ്ചാബിൽ നിന്ന് ട്രക്ക് ഓടിച്ചുകൊണ്ട് ഡൽഹി വന്നിട്ട് കർഷക സമരങ്ങളുടെ ചരിത്രം അറിയാലോ. എത്ര ഇന്ത്യനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ആ ക്യാമ്പയിൻ. എന്താണ് ട്രക്ക്? അതിലൊരു ആക്ടിവേഷൻ സ്വഭാവമുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തൊരു അണ്ടർഗ്രൗണ്ട് സാധനം ഇവിടെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. അതിനെ ആര് മാനിപ്പുലേറ്റ് ചെയ്യും? അതിനെ എല്ലാത്തരം ആളുകളും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ജാതികൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, മതങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ കക്ഷികൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗാന്ധി വിജയിച്ചത് എവിടെയാണെന്ന് പറയാം നിങ്ങൾക്ക്? ഗാന്ധി വിജയിച്ചത് ദണ്ഡി യാത്ര എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ എല്ലാ സ്വഭാവത്തിനും ആക്ടിവേഷൻ സ്വഭാവമുണ്ട്, ഇല്ലേ? ഗാന്ധിയേക്കാൾ എത്രയോ നല്ല പ്രസംഗകരായിരുന്നു ജവഹർലാൽ നെഹ്റു. എന്നിട്ടും ഗാന്ധി അങ്ങനെ വലിയ നേതാവായി. ഇതേ തന്ത്രമല്ലേ ഭാരത് ജോഡോ യാത്രയിൽ നടക്കുന്നത്? ഇന്ത്യ മുഴുവൻ ഒരിക്കലും രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ VSH എന്നാണ് അമുൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത്. ഇന്ത്യ മുഴുവൻ ആ പേര് അയാൾക്ക് അടിച്ചു കിട്ടി. ആ പേര് മാറുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയിൽ നടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ പേര് മാറ്റുന്നത്. പിന്നെ ആരും രാഹുൽ ഗാന്ധിനെ ആ പേര് വിളിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി നല്ല നേതാവാണോ ചീത്ത നേതാവാണോ എന്നുള്ള പ്രോബ്ലം അല്ല, അവിടെ വലിയൊരു ബ്രാൻഡിങ് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടു, ഗാന്ധി ഡ്രസ്സ് ഊരിയ പോലെയാണ് രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടത്. അതൊരു വലിയ ബ്രാൻഡ് ബിൽഡിംഗ് ആക്ടിവിറ്റി അല്ലേ? അത് പൈസ ഉള്ളത് കൊണ്ട് ചെയ്തായിരിക്കണം എന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏത് തലത്തിലാണ് നമ്മുടെ ഈ ഒരു PR അല്ലെങ്കിൽ ക്യാമ്പയിൻ അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡിംഗ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ട് പറയാം. കേരളത്തിൽ വളരെ കൃത്യമായിട്ടുള്ള PR ഏജൻസികളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്രാവശ്യം എനിക്കറിയില്ല ഇവരിൽ പലരും നടത്തിയിട്ടുള്ള, ഇപ്പം നമ്മൾ സ്വരാജിനോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക, ശവം തൂക്കികൾ എന്നുള്ളത് PR പറഞ്ഞു കൊടുത്താണ്. എനിക്കറിയില്ല. കേരളത്തിലെ ഇപ്രാവശ്യം ഏറ്റവും വലിയ നറേറ്റീവ് എന്ന് പറയുന്നത് ശവം തൂക്കികളാണ്, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടാമത്തെ ട്രെൻഡ് സെറ്റ് ചെയ്തത്. ഇലക്ഷന് 5 ദിവസം മുമ്പുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട വീഡിയോ
ഒരു പക്ഷേ UDF പറയേണ്ടിയിരുന്ന മുഴുവൻ കാര്യവും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ വ്യൂ അത് ഫ്രോഡാണ് എന്ന് സൈബർ അറ്റാക്കുകളിലൂടെ പറയേണ്ടി വരുന്നത്? അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന ഭയത്തുന്നല്ലേ? ഇല്ലെങ്കിൽ അതിനെ വിട്ടാൽ പോരെ. ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ മുകളിൽ പോകുന്നു? സോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നരേറ്റീവുകൾ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട്. കേരളത്തിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള PR ക്യാമ്പയിൻ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഒന്ന് റാങ്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്രാവശ്യത്തെ ഇത് സക്സസ്ഫുൾ എന്ന് പറയുന്നത് നിങ്ങൾ എനിക്കറിയില്ല, ആ ചോദ്യം വളരെ ബുദ്ധിമുട്ട് തരുന്നത്. ഇലക്ഷൻ വന്നതിന് അറ്റ്ലീസ്റ്റ് നമുക്ക് എഫക്റ്റീവ് പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ആര് ജയിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് ഇലക്ഷൻ നമ്മൾ ക്യാമ്പയിൻസ് വെച്ചിട്ട് എനിക്ക് കേരളത്തിൽ ഒരു ട്രെൻഡും അറിയില്ല, എനിക്ക് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഞാൻ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുമില്ല, ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. അത് ആ ഡിസ്ക്ലൈമറോടുകൂടി ഈ ക്യാമ്പയിൻ്റെ എൻ്റെ പ്രവചനങ്ങൾ ഞാൻ പറയാം. LDF ഉണ്ട്, മറ്റാരും അല്ലാതെ എന്നതാണ് ഒരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ്റെ പ്രൈമറി സ്വഭാവം വെച്ചിട്ട് അതിൽ ഹോപ്പ് കൊടുക്കുന്ന ക്യാമ്പയിനല്ല. അത് LDF വരും എല്ലാം ശരിയാകും എന്ന് പറയുന്നത്. LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നിരുന്നു. LDF വരും എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജും റെഡിയാവും. അതുകൊണ്ട് തന്നെ LDF വരും, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒരു പോസിറ്റീവ് നൽകുന്ന ക്യാമ്പയിൻ അല്ല. അതൊരു ക്ലെയിമിംഗ് ആണ്. സ്വാഭാവികമായും ഇലക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ, ഇലക്ഷൻ ക്യാമ്പയിനുകളുടെ ഹിസ്റ്ററി നോക്കിയാൽ ഇപ്രാവശ്യം LDF പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൗണ്ടർ ക്യാമ്പയിൻ, രണ്ടാമത്തെ കാര്യം, ഇതുവരെയുള്ള ഇലക്ഷൻ ക്യാമ്പയിനുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് അത്രയും ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രസിഡൻഷ്യലായി അത്രയും പോളിഷ്ഡായ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ക്രിയേറ്റീവ് സെറ്റ് ചെയ്യേണ്ടതില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെയല്ല ക്യാമ്പയിൻ ചെയ്യുക. അത് വെറുപ്പുളവാക്കും. ഒരു ഡിറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് ആ ക്യാമ്പയിൻ ഡിറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് ഒരു ക്യാമ്പയിൻ പെർസ്പെക്റ്റീവ് റീഡ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് തോന്നുന്നു. രണ്ടാമത്തത് UDFൻ്റെ ക്യാമ്പയിൻ എടുക്കാം. കേരളം ജയിക്കും, UDF നയിക്കും. ഇതാണ് UDFൻ്റെ ക്യാമ്പയിൻ. വളരെ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ വളരെ അപരിഷ്കൃതം എന്ന് പറയാവുന്ന ഒരു 50 വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിനാണിത്. പക്ഷേ ഇവിടെ ഇതിനകത്തൊരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്. കേരളം ജയിക്കും, UDF നയിക്കുമെന്നാണ്. സ്വാഭാവികമായും അതിൻ്റെ കൂടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ലോട്ടറി കിട്ടിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞ 100 രൂപ കിട്ടിയാലോ എന്ന് വിചാരിച്ച് വോട്ട് കുത്താനുള്ള സാധ്യത ആ ക്യാമ്പയിനിൽ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ആ ഇലക്ഷൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ക്യാമ്പയിൻ കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള മീഡിയ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ LDF അനുകൂലമായ അനുകൂലമായ ട്രഡീഷണൽ മീഡിയ ട്രെൻഡായിരുന്നു ഇപ്രാവശ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം ഞാൻ വിശ്വസിക്കാൻ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസനത്തിൻ്റെ രണ്ടാമത്തെ സൈഡ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ UDF പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. കടക്കുപുറത്ത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് വളരെ ബ്രില്യൻ്റ് ആയിപ്പോയി. പക്ഷേ ക്യാമ്പയിനിൽ എത്ര ലക്ഷം കംപ്ലൈൻറ്റ് വന്നോ ആ കംപ്ലൈൻറ്റ് എന്തായിരുന്നു എന്ന് ഒരു ഘട്ടത്തിൽ UDF പുറത്തു വിട്ടിട്ടില്ല. ഇതാരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ്. കടക്കുപുറത്തിൽ എത്രയോ ലക്ഷം ആളുകൾ സൈൻ ചെയ്തു എന്നൊക്കെ UDF പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും കടക്കുപുറത്തിൻ്റെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അതൊരു കൗണ്ടർ നരേറ്റീവാണ്. ആ നരേറ്റീവ് കുറഞ്ഞതുകൊണ്ട് ആയിരിക്കാം. പക്ഷേ ഇലക്ഷൻ്റെ സമയം കുറഞ്ഞപ്പോൾ ഈ കടക്കുപുറത്തൊക്കെ പുറത്തായി പോയതായിരിക്കാം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ക്യാമ്പയിൻ ബിൽഡ് ചെയ്യുന്നതിൽ UDF മാരകമായി പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. കാരണം അത് പൊളിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3 വീഡിയോ, അതുകൊണ്ടാണ് LDF ഒരു കടുത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നീട് ആക്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയാം. LDF സ്കാൻഡലുകൾ പിന്നീട് പറഞ്ഞത് ശരിയായിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യൂ ഹൈപ്പറാക്കി കാണിച്ചു എന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് LDFകാർ പറയുന്നുണ്ട്. എന്തിനാ പറയുന്നത്? അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ. അപ്പം ഈ LDFൻ്റെ ഈ വികസനത്തിൻ്റെ നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വേറെ ആരും, ഈവൻ UDFൻ്റെ ഔദ്യോഗിക ചാനലുകൾക്ക് പോലും ഈ സാധനം പറയുന്നതിൽ പരാജയപ്പെട്ടു. അതാണ് സത്യത്തിൽ നമ്മുടെ LDFൻ്റെ വലിയൊരു ലെക്ക്. അത് കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ നരേറ്റീവ് വേറൊരു തരത്തിൽ ബിൽഡാകുമായിരുന്നു. സോ അങ്ങനെ നോക്കിയാൽ, ക്യാമ്പയിനുകളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇപ്രാവശ്യം UDF ജയിക്കാനാണ് സാധ്യത. പക്ഷേ അത് ഏത് തരത്തിൽ അത് ഇമ്പാക്റ്റ് ചെയ്തു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ടിലേക്ക് എന്നുള്ളതല്ല, ക്യാമ്പയിനിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ UDF എന്ന് തന്നെ പറയാൻ പറ്റുമോ? ക്യാമ്പയിനിൽ ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് UDF എന്ന് ഞാൻ പറയില്ല. പക്ഷേ ക്യാമ്പയിൻ്റെ ഇമ്പാക്റ്റ് ഫാക്ടർ നോക്കിയാൽ, അതായത് LDF ഭയങ്കര പോസിറ്റീവ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്.
LDF സംബന്ധിച്ച് ക്യാമ്പയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്താണെന്നറിയോ? കേരളത്തിലെ റോഡുകളാണ്. കേരളത്തിലെ റോഡുകൾ വെച്ചിട്ടാണ് സത്യത്തിൽ അവർ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്. സത്യത്തിൽ LDFും UDF തമ്മിൽ യാതൊരു കോമ്പറ്റീഷനും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒക്ടോബർ വരെ 2025 ഒക്ടോബർ വരെ UDFും LDFും തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വലുതായിരുന്നു അറിയാം? ഈ ഗ്യാപ്പ് എവിടെ പോയി? ഈ ഗ്യാപ്പ് പൊളിഞ്ഞത് എവിടെയാണ്? അത് PR ഏജൻസികൾ കൊണ്ട് PR ഏജൻസികൾ കൊണ്ടൊന്നും ഞാൻ പറയില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗ്യാപ്പ് പൊട്ടിയത് ശബരിമലയിൽ പാട്ടിറങ്ങിയപ്പോഴാണ്. ഇതൊരു ഇമോഷണൽ റിയാക്ഷൻ ഓഫ് എ സൊസൈറ്റിയാണ്. സത്യത്തിൽ ക്യാമ്പയിനുകൾ നോക്കിയാൽ UDF LDFിൻ്റെ ക്യാമ്പയിൻ്റെ അടുത്തവിടെ എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പയിൻ പെർസ്പെക്റ്റീവിൽ ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർക്ക് ഓർഗാനിക്കായിട്ട് കുറേ നല്ല സാധനങ്ങൾ വീണ് കിട്ടിയെന്ന് പറയാം. നല്ലൊരു ക്യാമ്പയിനാണ് ശബരിമല, നമ്മുടെ സ്വർണം കട്ടവൻ ആരപ്പ. അതാരും ചെയ്ത ക്യാമ്പയിനല്ല, പക്ഷേ അതാണല്ലോ ഈ ഇലക്ഷൻ. നിങ്ങൾ UDFിൻ്റെ ക്യാമ്പയിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൽ മൊത്തം ഉപയോഗിച്ച് ഒറ്റപ്പാട്ടാണ്. അത് ലോക്കൽ ബോഡിയിലല്ലേ കാര്യമായിട്ട് ചെയ്ത്. ഈ നിയമസഭ ഇലക്ഷനിൽ ഇവരുടെ പ്രചരണ ജാതികളിൽ അവർ ഉപയോഗിച്ചുള്ള പാട്ട് അതാണ്. അതിൻ്റെ പല ടോൺസ് ഉപയോഗിച്ചു എന്നുള്ളൂ. പക്ഷേ ആ പാട്ട് ത്രൂ ഔട്ട് അവർ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഇലക്ഷൻ ക്യാമ്പയിനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പയിൻ ബേസ് നോക്കി കഴിഞ്ഞാൽ CPM ആണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളൂ. UDF എവിടെയെങ്കിലും ക്യാമ്പയിൻ നടത്തിയതായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. UDFിൻ്റെ കോർഡിനേഷൻ വളരെ കുറച്ച് ഹോർഡിംഗ് എവിടെയോ വന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ. BJP നന്നായിട്ട് ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട്. BJP നന്നായി ഹോർഡിംഗ് വെച്ചു. അപ്പോൾ UDFിന് സ്വാഭാവികമായ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇവാലുവേഷൻ. അതിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്, അതിലേറ്റവും വലിയ മണ്ടത്തരം ഞാൻ നേരത്തെ പറഞ്ഞാണ്, പിന്നെ ഈ VD സതീശനെ ആക്രമിച്ചതാണ്. VD സതീശനെ ആക്രമിക്കരുതായിരുന്നു. അതുണ്ടാക്കുന്ന സോഷ്യൽ നോയ്സ്, വോയിസ് ഷെയർ കൂട്ടുന്നതായിരുന്നു. ആ ഷെയർ ഓഫ് വോയിസ് കൂട്ടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം VD സതീശനെ വെറുതെ വിടണമായിരുന്നു. കമന്റ് പോയിട്ട് ചെയ്യരുതായിരുന്നു. VD സതീശനെ അറ്റാക്ക് ചെയ്താണ് UDFിന് കിട്ടിയ അനുകൂലമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. UDFിൻ്റെ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ ഫാക്ടർ, VD സതീശൻ ഷാരിഖ് സംസനുമായിട്ടുള്ള പോഡ്കാസ്റ്റ് വരുന്നു. അവിടെ നിങ്ങോട്ട് ഇയാളുടെ വാല്യൂ കൂടുക എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള LDF ഹാൻഡിലുകൾ എന്നത് VD സതീശനെ അതിക്രൂരവും നീചവുമായി ആക്രമിക്കുന്നു. മറ്റൊരാളെ, ഞാൻ നേരത്തെ ട്രംപിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു. ട്രംപ് അത് ലോജിക്കലി സാധനം ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ VD സതീശനെ ഇവർ പ്രൊമോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ UDFിന് അനുകൂലമായി ചർച്ചകൾ നടക്കാൻ തുടങ്ങി. ഓരോ അറ്റാക്കും ഒരു ചർച്ചയാണ് അല്ലേ? അറ്റാക്ക് ചെയ്യാതെ വിട്ട് അവിടെയാണ് ഈ സാധനത്തിൻ്റെ ആക്ച്വലി ഇലക്ഷൻ ക്യാമ്പയിനിൽ UDFിനെ രക്ഷപ്പെടുത്തിയത് LDF ഹാൻഡിലുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. VD സതീശനെ ആക്രമിക്കാതെ വിട്ടിരുന്നെങ്കിൽ ഈ ഇലക്ഷനിൽ ചിലപ്പോൾ UDFിൻ്റെ 7 അയലത്ത് പോലും വരില്ലായിരുന്നു. ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് സംഭവിച്ച കാര്യം VD സതീശൻ വേഴ്സസ് LDF ആയിരുന്നു ഒരു ഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു 2026 ജനുവരി എൻഡ് വരെ, ഒരു ജനുവരി 25 വരെ ഇറ്റ് വാസ് ജസ്റ്റ് VD സതീശൻ വേഴ്സസ് LDF ആയിരുന്നു. ഇത് ഇലക്ഷനുകൾ പലതും പാർട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഡ്രൈവ് ചെയ്യുന്ന ഇലക്ഷനുകളെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതിൽ നിന്ന് തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ്. ഒരുപാടുണ്ട്. ഈ ഇലക്ഷനുകളിൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ VD സതീശൻ പിണറായി വിജയനെ സംവാദത്തിനുള്ളത്, അത് വളരെ തുറന്നൊരു അറ്റാക്കായിരുന്നു. അത് തിരിച്ചതിന് റിപ്ലൈ കൊടുക്കുന്നു. ശരിക്കും പിണറായി, എനിക്ക് തോന്നുന്നത് പിണറായി വിജയന് മുഖം നഷ്ടപ്പെട്ടൊരു സംഭവം. അത് എന്ത് മണ്ടത്തരാണ് കാണിച്ചതെന്നുള്ളതാണ്. അതായത് അത് ഫേസ്ബുക്ക് സംവാദം, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരിക്കലും പിണറായി വിജയനെ പോലുള്ള ആൾ VD സതീശനെ പോലുള്ള ആളുടെ അടുത്ത് പോയിട്ട് സംവാദത്തിന് നിൽക്കരുത്. ഐ എഗ്രി വിത്ത് ദ സ്ട്രാറ്റജി. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ പൊളിക്കണമായിരുന്നു. അതായത് VD സതീശനെ ഫസ്റ്റ് ഡേ കൊല്ലാൻ പറ്റണമായിരുന്നു. സോ ഇതിൽ ഈ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു ബേസിക് സ്ട്രാറ്റജിയാണ് ടാഗ് ചെയ്ത് വെല്ലുവിളിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ ട്രംപ് 2016 ബ്രില്യൻ്റായിട്ട് യൂസ് ചെയ്ത സ്ട്രാറ്റജിയാണ്. കേരളത്തിൽ ഇപ്പോഴും അത് ബ്രില്യൻ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സതീശനപ്പോൾ പ്ലാൻ ചെയ്തതായിരിക്കും ഉറപ്പായിട്ടും. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുടെ ഏറ്റവും ക്രിട്ടിക്കലായ സാധനമാണ് ടാഗ് ചെയ്ത് വെല്ലുവിളിക്കുക എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അത് ഏത് ഘട്ടത്തിലും ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയയുടെ സ്ട്രാറ്റജിയും ട്രെൻഡും അറിയാവുന്ന ഏത് PR-കാരൻ വന്നാലും ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കും അത്, നിങ്ങളൊരാളെ വെല്ലുവിളിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികമായൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയെ കൗണ്ടർ സ്ട്രാറ്റജി കൊടുക്കണമെങ്കിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ വളരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ വളർന്നിട്ടുള്ള ഏത് സോഷ്യൽ മീഡിയ ആളുകളുടെയും പെട്ടെന്ന് വളർന്ന ആളുകളുടെ പിന്നിൽ ഒരു ഹുക്ക് ഉണ്ടാവും. ഒരു രാത്രി കൊണ്ട് അയാൾ ആരെങ്കിലും തെറി വിളിച്ച അയാളെന്ന് വൈറലാണ് അല്ലേ? ഇപ്പം നിങ്ങൾ മറ്റേ കേരളത്തിൽ ഒരു വൈറൽ കല്യാണത്തിൻ്റെ കാര്യം നടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ചർച്ച നടന്നു. 16 വയസ്സുള്ള പെൺകുട്ടി വൈറൽ താരം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് അവൾ വൈറലായത്.
ആ സംഭവം ഉണ്ടാക്കുന്ന വൈറാലിറ്റി എങ്ങനെ ഉണ്ടാവുന്നു? അവർ ഫേമസ് ആയതുകൊണ്ടൊന്നല്ല, അതിനകത്തൊരു ഹുക്കുണ്ട്. ആളുകൾ പറഞ്ഞങ്ങ് കയറും. ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് 1000 പേര് എന്നെ തെറി വിളിക്കണമെന്നാണ്. വീഡിയോക്ക് റീച്ച് വേണ്ടേ? ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ നോക്കിയെന്നല്ല പറയുന്നത്, ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞതൊക്കെ പറയുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഇപ്പം പറയുന്നത് എന്താണെന്ന് നാളെ തിരിഞ്ഞു നോക്കിയാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇതിനിടയിൽ ആളുകൾ കമൻ്റ് ഇടട്ടെ, ഞാൻ പറയുന്ന തെറ്റുകൾ ആളുകൾ കമൻറ്റ് ബോക്സിൽ കാണിക്കട്ടെ, അങ്ങനെ ഞാൻ വൈറലാവട്ടെ. ഞാനിവിടെ മുടക്കുന്ന സമയത്തിന് ഗുണം വേണ്ടേ? എന്നെ ആളുകൾ തെറി വിളിച്ചാൽ ഞാൻ വൈറലാവും. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു വീഡിയോ ഒരു 1.5 മില്യൺ പോയി. 1.5 മില്യൺ പോകാൻ കാണിച്ച് നാട്ടുകാർ ഭയങ്കര ചർച്ചയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, അതിലെന്തോ ഒരു മണ്ടത്തരം, ചെറിയൊരു ഫാക്ച്വലർ, വളരെ ചെറിയൊരു ഫാക്ച്വലർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഇതേപോലെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യം, ഡാറ്റ നോക്കിയിട്ട് ഞാനിപ്പോൾ മുന്നിൽ ഡാറ്റ നോക്കിയൊന്നല്ല പറഞ്ഞു, വലിയ സാധനം ഞാൻ പറഞ്ഞാൽ പോകുന്ന കാര്യമൊന്നല്ലത്. അത് വെറും ഇതിനെ ആളുകൾ എന്നോട് ദേഷ്യമുള്ള ആളുകളായിരിക്കും. അവർ നല്ല സന്തോഷമായിട്ട് എൻ്റെ അടിയിൽ വന്ന് എന്നെ തെറി വിളിച്ചു. അങ്ങനെ ആ തെറിവിളി കൂടി ഞാൻ 1 മില്യൺ എത്തി. ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. അപ്പോൾ ഈ വീടിൻ്റെ അടിയിലും കമൻറ്റ് വേണം. സതീഷിനെതിരെ ചെയ്ത അതാണ്. സതീഷിനെ നൊണേഷ് എന്ന് വിളിക്കുന്നു, സതീഷിനെ ഫോട്ടോ. സതീശൻ വളരെ തമാശക്കെങ്കിലും സതീശൻ ഒരു പ്രസ് മീറ്റിൽ അത് പറയുകയും ചെയ്തു. BD സതീശൻ ആ പ്രസ് മീറ്റിൽ പറഞ്ഞല്ലോ, എൻ്റെ ഇപ്പോഴത്തെ PR നോക്കുന്നത് AKG സെൻറ്റർ എന്നാണ് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. സതീശനെ എവിടെയെങ്കിലും വെച്ച് CPM ഹാൻഡിലുകളെ അവോയ്ഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇലക്ഷൻ അതെങ്ങനെ കഴിയോ? ഇലക്ഷൻ കാലത്തൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെട്ട്. ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ആരെയും അറ്റാക്ക് ചെയ്യാൻ പോരുത്. നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോയാളെ വലുതാക്കും. കാരണം ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് വെച്ച് 24 മണിക്കൂറിൻ്റെ അറ്റത്തേക്ക് നെഗറ്റീവ് കമൻറ്റ് നിൽക്കില്ല. ഇത് ഓട്ടോമാറ്റിക്കലി സിമ്പതി ആയിട്ട് കൺവേർട്ട് ആവും, സിമ്പതി പോസിറ്റീവ് ട്രെൻഡ് ആവും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കമൻ്റ് അടിക്കുമ്പോൾ എപ്പോഴാണോ ഒരാളെ നമ്മൾ പഞ്ഞിക്കിടുക എന്ന് പറയും, സോഷ്യൽ മീഡിയയിൽ പഞ്ഞിക്കിട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനപ്പുറത്ത് ഈ സോഷ്യൽ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് റീഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ലിസണിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റിമെൻറ്റ്സ് റീഡ് ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് എവറി വീക്ക് കഴിഞ്ഞ ഒരു ജനുവരി മുതൽ ഈ ഇലക്ഷൻ്റെ അന്ന് വരെ കൃത്യമായിട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയ സെൻറ്റിമെൻറ്റ്സ് റീഡ് ചെയ്ത ഒരാളാണ്. പല കോളുകൾ ഉപയോഗിച്ച് ഞാൻ ഈ സെൻറ്റിമെൻറ്റ്സ് റീഡ് ചെയ്തിട്ടുണ്ട്. റീഡ് ചെയ്യാൻ പല കാരണങ്ങളുണ്ടായിരുന്നു എനിക്ക്. സോഷ്യൽ മീഡിയ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് മാറുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ഒരാളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറിനപ്പുറത്തേക്ക് അയാൾ നെഗറ്റീവായിട്ട് നിർത്താൻ പറ്റില്ല. അയാളുടെ ഫാൻസ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞു. ലോകത്ത് ആർക്കും ഫാൻസ് ഉണ്ട്. ഇത് അമ്മയെ തല്ലിയാൽ 2 അഭിപ്രായമുള്ള നാടാണെന്ന് പറയുമല്ലോ. അപ്പുറത്ത് അയാൾക്ക് ഫാൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾക്ക് 100 ആളെ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ 100 പേര് ഒരുമിച്ച് നിങ്ങളെ തല്ലും. അങ്ങനെ ഈ തല്ലും ക്രോസ് തല്ലുമായിട്ട് സതീശനെതിരെയുള്ള അറ്റാക്കുകളാണ് സത്യത്തിൽ ഇതിലെ UDFൻ്റെ ഏറ്റവും വലിയ ക്യാമ്പയിൻ. UDF ക്യാമ്പയിൻ ചെയ്തിട്ടില്ല. UDF ക്യാമ്പയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. 10 കോടി വെച്ചിട്ടുണ്ട്. 2 ക്യാമ്പയിനും ചെയ്തത് LDF ആണെന്നാണ്. LDF മാത്രമേ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളൂ. ഭാഗ്യവശാൽ LDF നന്നായിട്ട് ഇയാളെ അടിച്ചു. നമ്മുടെ ഇൻഡസ്ട്രി ബൂമിംഗ് ആണോ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അഡ്വർടൈസിങ് പ്ലസ് PR പ്ലസ് ഈ ബ്രാൻഡ് ബിൽഡിംഗ് 100%. നമുക്കിപ്പം ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഞങ്ങളിപ്പം കേരളത്തിൽ ഞാൻ അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങുന്നത് ഒരു 12 വർഷം മുമ്പാണ്. ഞാൻ അഡ്വർടൈസിങ്ങിലേക്ക് ഞാൻ സ്വന്തമായി തുടങ്ങി 12 അല്ല 16 വർഷം, 2011. അന്ന് നമ്മളിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ വളരെ ചെറിയ 2 ഏജൻസികളോ 3 ഏജൻസികളോ ഉണ്ട്. ഇന്ന് കേരളത്തിൽ മാസം 1.5 കോടി ചെയ്യുന്ന 3 ഏജൻസികളുണ്ട് കോഴിക്കോട് ജില്ലയിൽ. നമുക്കന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഏജൻസി തുടങ്ങുന്ന കാലത്ത് കോഴിക്കോട് ഇത്രയും വലിയൊരു അഡ്വർടൈസിങ് ഹബ്ബായി മാറുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് വലിയൊരു ഗ്രോത്താണ്. ഈ രണ്ടാമത്തെ ഒരു ഗുണം, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മളിപ്പം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? ഇപ്പം നിങ്ങളൊക്കെ തന്നെ മീഡിയ എന്ന് വന്ന ആളുകളാണ്. മീഡിയയ്ക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം 12 പേജ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് 60-40 റൂൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 60% കണ്ടന്റ് ആയിരിക്കണം, 40% ആഡ് പാടുള്ളൂ. TV-യിലുണ്ട്. അതുകൊണ്ടാണ് 30 മിനിറ്റ് സീരിയലും 20 മിനിറ്റ് പരസ്യവും. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ടൊരു സീരിയൽ കണ്ടാൽ 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ വളരെ പ്രസിദ്ധമായ ഏതെങ്കിലും സീരിയൽ പോയിട്ട് യൂട്യൂബിൽ കണ്ടാൽ 20 മിനിറ്റ് ഉണ്ടാതെ, മറ്റൊരു 30 മിനിറ്റ് ആണോ, 10 മിനിറ്റ് പരസ്യമാണ്. അപ്പോൾ 20:10 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ മാത്രമേ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കൗണ്ടബിളാണ്. പക്ഷേ സോഷ്യൽ മീഡിയ കൗണ്ടബിൾ അല്ല. സോഷ്യൽ മീഡിയ ലിമിറ്റില്ലല്ലോ. നിങ്ങൾക്ക് എത്ര പരസ്യം വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ ഒരു സമയത്ത് 150 ക്യാമ്പയിൻ റൺ ചെയ്യാം പാരലലി. സോ സോഷ്യൽ മീഡിയ സത്യത്തിൽ കുടുക്കിയിട്ടുണ്ട്. ഇത് വിടുത്ത് ഭയങ്കരമായിട്ട് കൂട്ടി. അതുകൊണ്ട് തന്നെ ഏജൻസികളുടെ ഇപ്പോൾ എല്ലാവരും ഏജൻസികളാണ്. ഇപ്പോൾ കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന കുട്ടികളിൽ 40% ആളുകൾ സ്വന്തം ഏജൻസി തുടങ്ങുന്നുണ്ട്. ഇവരൊക്കെ നന്നായി കൊണ്ടു നടക്കില്ലേ? എന്ത് വലിയ ഇൻഡസ്ട്രി അത്! ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഗ്രൂം ചെയ്യുന്നത് അക്കാദമി. ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ തുടങ്ങുന്നത് 2014. അന്നേ ഞാനിതിൻ്റെ സാധ്യത കണ്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇറ്റ് വാസ് ടു ഏർലി. 2019 ആയപ്പോഴേക്കാണ് കേരളത്തിൽ ഒരു ഡിജിറ്റൽ അക്കാദമി ട്രെൻഡ് വരുന്നത്. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ഏജൻസികളുടെ ഗ്രോത്തിൻ്റെ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത് അഭിപ്രായക്കാരനാണ് ഞാൻ. അത്രയും ഫണ്ടും ഇവിടെ ചെലവഴിക്കപ്പെടുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊന്ന് 2004 ആദ്യത്തെ ഡിജിറ്റൽ പരസ്യം ഇറങ്ങുന്ന കാലം 94 തോന്നുന്നു, 30 വർഷം മുമ്പ്. 30 വർഷം 94 ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പരസ്യം ഇറങ്ങുന്നത്. അന്ന് ഇന്ത്യയിൽ 4000 കോടി രൂപയായിരുന്നു ആഡ് സ്പെൻഡ്. ഇന്ന് എത്രയാണെന്നറിയോ? 1,18,000 കോടിയാണ്. ഇപ്പം ഒരു സി എക്കാരനാണെന്ന് തോന്നുന്നല്ലേ, 30 വർഷം കൊണ്ട് 4000 കോടിയിൽ നിന്ന് 1,18,000 കോടിയിലേക്ക് ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി പറയാൻ പറ്റുമോ അത്രയും മാനിപ്പോൾ ചെയ്ത്? ഇതിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ ആക്ച്വലി ഇവിടെയാണ് ആ കാൽക്കുലേഷൻ്റെ ഡിഫറൻസ് വരുന്നത്. ആ ഇൻഡസ്ട്രി സ്വാഭാവികമായി ഒരു 10% അല്ലെങ്കിൽ 8%, 9% ഓർഗാനിക്കായിട്ട് ഗ്രോ ചെയ്ത് ഒരു 36,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 45,000 60,000 കോടി രൂപ സെർച്ച് മാർക്കറ്റിങ്ങും ഗൂഗിളും ഉണ്ടാക്കിയ വേറൊരു സ്പേസാണ്. ആക്ച്വലി പണ്ട് നിലവിലില്ലാത്തൊരു സാധനം ഉണ്ടാക്കിയിട്ടാണ് ഈ ഗ്രോത്ത് ഉണ്ടാവുന്നത്. സോ ഇത് ഭയങ്കര മാസീവായിട്ടുള്ള ഗ്രോത്താണ്. ഇനിയും അത് മുന്നോട്ട് ഗ്രോ ചെയ്തേ പോവുള്ളൂ. ഇതേപോലെ തന്നെ മീഡിയകൾ ഗ്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ട്രഡീഷണൽ മീഡിയകൾ മാറേണ്ടത് എങ്ങോട്ടാണെന്നുള്ളൊരു പ്രോബ്ലം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മീഡിയകൾ ഇപ്പോൾ നിങ്ങൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞൊരു 3 ഇയേഴ്സിൽ മാരകമായിട്ട് വളർന്നിട്ടുണ്ട്. മീഡിയകൾ ലോകത്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും നമുക്കത് മനസ്സിലായിട്ടില്ല. കേരളത്തിൽ മീഡിയകളോട് ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യുന്നു. ഇവിടുത്തെ സോഷ്യൽ മീഡിയ നല്ലത്, ഇവിടുത്തെ ഒരു മീഡിയയും എഫക്റ്റീവായി ചെയ്യുന്നില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വലിയ സന്തോഷം. കുറേ ഉൾക്കാഴ്ചകൾ നൽകിയ വലിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വലിയ സന്തോഷം. ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.